ഹലോ ഗൈസ്, തലവര വ്ലോഗ് 5ലേക്ക് സ്വാഗതം. നമ്മുടെ ആദിക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്ന് ആദിക്കുട്ടന്റെ ബർത്ത്ഡേ ഉണ്ട്. ആദിക്കുട്ടൻ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിക്കുട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് വെല്ലിസിനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കുടുംബത്തിലുള്ള മറ്റൊരു വ്ളോഗറാണ് കേട്ടോ. എന്ത് വാർത്തതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വന്ന സന്തോഷത്തില് ആദിക്കുട്ടൻ കാന്താര എഫക്റ്റിലായിട്ടാ. ನೀನೆಂತ ಹೇಳಿದ್ರು ಸಹ ಕೊಡ್ತೇನೆ. ನನ್ನ ಸ್ವರ ಎಲ್ಲಿವರೆಗೆ ಕೇಳ್ತಾ ಉಂಟಾ ಅಷ್ಟೆಲ್ಲ ಜಾಗವನ್ನು ಊರಿನ ಜನರಿಗೆ ಕೊಡ್ಬೇಕು. ನೆನಪಿಟ್ಟುಕೋ, ನನ್ನ ಬೆನ್ನಲ್ಲೇ ಉಗ್ರರೂಪಿ ಗುಳಿಗ ಕೂಡ ಬರ್ತಾರೆ. ಒರ್ಣ ಮಾತ್ರ ತತ್ತಂದೇಡ ಯಾನಪಡಿ ಅಂತ ಹೇಳಲ್ಲ, ಯಂತ್ರ ಮಾಲಬಡಿ. അങ്ങനെ കാന്താരയുടെ എഫക്റ്റ് ഒക്കെ ഇറങ്ങിയിട്ട് ആദിക്കുട്ടൻ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന് നിന്നു കേട്ടോ. ആദിക്കുട്ടൻ്റെ രണ്ടാമത്തെ പിറന്നാളാണ് ഇന്ന്. ആദിക്കുട്ടൻ കേക്ക് മുറിക്കണ കാണാനായിട്ട് വീട്ടുകാരെല്ലാവരും ഒത്തുകൂടിയിട്ടാ. അപ്പോഴാണ് നമ്മുടെ യൂട്യൂബർ പോപ്പ് പൊട്ടിക്കണത് എങ്ങനെയാണെന്ന് അറിയാണ്ട് ഇട്ട് തിരി പിടിക്കണ്ടായിരുന്നത്. ഈശ്വരോ, ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അങ്ങനെ ആദിക്കുട്ടൻ കേക്ക് മുറിക്കാൻ തുടങ്ങിയിട്ടാ ഗൈസ്. കേക്ക് മുറിക്കണതിനിടയിൽ പോപ്പ് പറഞ്ഞാൽ പൊട്ടിയുള്ളൂ. നമ്മുടെ വ്ളോഗറിന്റെ പോപ്പ് പൊട്ടിയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ആദിക്കുട്ടൻ്റെ അമ്മാമ്മ ആദിക്കുട്ടന് കേക്ക് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഗൾഫിൽ നിന്ന് ആദിക്കുട്ടൻ്റെ അച്ചാച്ചൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദിക്കുട്ടൻ്റെ അച്ചാച്ചന് വലിയ സന്തോഷമായിട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കേക്കുകൾ മാറി മാറി ആദിക്കുട്ടൻ്റെ വയൽ വെച്ചിട്ടോ. ഈ കൊടുക്കുന്നതാട്ടോ നമ്മുടെ വെല്ലിച്ചൻ. നമ്മുടെ മൂത്ത വെല്ലിച്ചനായതുകൊണ്ട് എല്ലാ കാര്യത്തിലും ആളൊരു ബാക്ക് ബോൺ ആട്ടോ. നമുക്ക് പൊട്ടാത്ത വ്ളോഗറുടെ പോപ്പ് പൊട്ടിച്ച് ആദിക്കുട്ടൻ്റെ തലയിൽ കൂടെ എല്ലാം കമത്തിയിട്ടാ. പക്ഷെ ആദിക്കുട്ടൻ ഇത് എവിടുന്നാ വന്നതെന്ന് അറിയാനായിട്ട് അത് കുറേ ഇട്ട് തട്ടിമുട്ടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ആണ് ആദിക്കുട്ടൻ്റെ അച്ചാച്ചനും പാപ്പന്മാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു സമ്മാനം ആദിക്കുട്ടന് കൊടുത്തത് കേട്ടോ. ആദിക്കുട്ടൻ കാറ് കണ്ടതിൽ ആദിക്കുട്ടൻ അതിനെ കയറ്റി ഇരുത്തി. പിന്നെ ആദിക്കുട്ടൻ്റെ റൈഡായിരുന്നു. അതിൻ്റെ സിസ്റ്റം എല്ലാം നോക്കി ആദിക്കുട്ടൻ പിന്നെ അതിൽ കയറി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. ആദിക്കുട്ടന് വലിയ സന്തോഷമായിട്ടാ അതിലുള്ള യാത്ര. അപ്പോഴാണ് നമ്മുടെ ഇടത്തി കേക്കിൽ വീണ ഗിൽറ്റൊക്കെ മാറ്റി നമുക്ക് ഓരോ കഷ്ണം കേക്ക് തന്നത്. വ്ളോഗർ സൈഡിൽ നിന്നിട്ട് മിണ്ടാണ്ടിരുന്ന് മിണുണ്ടായിരുന്നു. എല്ലാ കേക്കും എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അടിച്ചോരണ നേരത്താണ് ആദിക്കുട്ടൻ്റെ കളികൾ തുടങ്ങിയത്. ആദിക്കുട്ടൻ പിന്നെ അത് വലിച്ചുകൊണ്ട് നടക്കലും ഇഴഞ്ഞുകൊണ്ട് നടക്കലും ഒക്കെ ആയിരുന്നു ഗൈസ്. ഓരോ രീതിയിലും ആദിക്കുട്ടൻ അതിൻ്റെ പരിപ്പെടുക്കാനായിട്ട് കുറേ നോക്കി തുടക്കി. പിന്നെ ഒന്നും കണ്ടില്ല എന്ന് കണ്ടപ്പോൾ ആദിക്കുട്ടൻ അത് പിടിച്ച് നടക്കാൻ തുടങ്ങി ഗൈസിൽ. പിന്നെ അവൻ എന്താ ചെയ്യാ, പിന്നെ നമ്മുടെ 70ലേക്ക് കാലം നീട്ടിയിരിക്കണം മുത്തശ്ശിമാരുടെ ഒപ്പം അവൻ കയറി കളിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടാ.